ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ടീച്ചർ ഇന്ന് ഒരു കഥ പഠിപ്പിച്ചു തരട്ടെ. ഇഷ്ടമല്ലേ കഥ കേൾക്കാൻ എല്ലാവർക്കും? അതെ അല്ലേ? അപ്പോൾ ടീച്ചർ ഇന്നൊരു കഥ പഠിപ്പിച്ചു തരാം. കഥയുടെ പേരാണ് മുയലിൻ്റെ സൂത്രം. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. കുറേ മൃഗങ്ങളും. ഈ സിംഹം കാട്ടിലെ രാജാവാണ്. ദുഷ്ടനായ സിംഹമാണ് ഇത്. എന്താ, എല്ലാ മൃഗങ്ങളെയും കൊന്നു തിന്നുന്ന ഒരു സ്വഭാവം. അവരെ ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത് ആ കാട്ടിലെ മൃഗങ്ങളെയെല്ലാം പിടിച്ച് അതെല്ലാം കൊന്നു തിന്നു. അങ്ങനെയുള്ള ഒരു സിംഹം. ഈ സിംഹത്തിനെ പേടിച്ച് മറ്റ് മൃഗങ്ങളെല്ലാം പുറത്തിറങ്ങാതെയായി. ഒരു ദിവസം മൃഗങ്ങൾക്ക് തോന്നി, നമുക്കെല്ലാവരും കൂടിയിരുന്ന് ഒരു തീരുമാനമെടുത്ത് അത് രാജാവിനെ അറിയിക്കാം. അങ്ങനെ എല്ലാ മൃഗങ്ങളും കൂടി ഒരു തീരുമാനമെടുത്തു. ഈ തീരുമാനം സിംഹത്തിനെ അറിയിക്കാൻ വേണ്ടി എല്ലാവരും പുറപ്പെട്ടു. അവസാനം സിംഹത്തിൻ്റെ ഗുഹയിലെത്തി. മൃഗങ്ങളെയൊക്കെ കണ്ടപ്പോൾ സിംഹം ഗർജിച്ചു കൊണ്ട് ചോദിച്ചു, എന്താ എല്ലാവരും ഇങ്ങോട്ട്? അപ്പോൾ മൃഗങ്ങൾ പറഞ്ഞു, മഹാരാജാവേ, നമ്മൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ് കാര്യം? പറയൂ. അപ്പോൾ മൃഗങ്ങൾ പറഞ്ഞു, നമ്മൾ ഓരോ ദിവസവും ഓരോരാളായി സിംഹത്തിൻ്റെ ഗുഹയിൽ വരാം. അപ്പോൾ സിംഹത്തിന് ആ വരുന്ന ആളെ ഭക്ഷണമാക്കാം. സിംഹം ആലോചിച്ചു. നല്ല തീരുമാനം. ഓക്കെ, ശരി, അങ്ങനെ ആകട്ടെ, സിംഹം പറഞ്ഞു മൃഗങ്ങളോട്. അപ്പോൾ മൃഗങ്ങൾ അവിടുന്ന് പോവുകയും ചെയ്തു. പിറ്റേ ദിവസം ഒരു മൃഗം സിംഹത്തിൻ്റെ ഗുഹയിലെത്തി. ആ മൃഗത്തിനെ കണ്ടപാടെ സിംഹത്തിന് വലിയ സന്തോഷമായി. എനിക്ക് ഇന്നത്തേക്കുള്ള ആഹാരം ഈ മൃഗമാണല്ലോ അല്ലേ? എനിക്ക് കുശാലായി എന്ന് കരുതി ഈ സിംഹം ആ മൃഗത്തെ കൊന്നു തിന്നു. അങ്ങനെ ഓരോ ദിവസവും ഓരോ മൃഗങ്ങൾ വീതം ഗുഹയിൽ കൃത്യസമയത്ത് എത്തിച്ചേരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം നമ്മുടെ മുയലിൻ്റെ ഊഴമായി. മുയൽ കുറച്ച് വൈകിയാണ് സിംഹത്തിൻ്റെ ഗുഹയിലെത്തിയത്. വൈകി വരുന്ന മുയലിനെ കണ്ടപ്പോൾ സിംഹം എന്താക്കി? അലറിക്കൊണ്ട് ചോദിച്ചു, എന്താണ് വൈകാൻ കാരണം? അപ്പോൾ മുയൽ പറഞ്ഞു, മഹാരാജാവേ, ഞാൻ നേരത്തെ പുറപ്പെട്ടതാണ്. വഴിയിൽ വെച്ച് മറ്റൊരു സിംഹം എന്നെ തടഞ്ഞു നിർത്തി. എന്നിട്ട് പറയുകയാണ്, ഞാനാണ് ഈ കാട്ടിൻ്റെ രാജാവ്. നിങ്ങളെല്ലാവരും എന്നെയാണ് അനുസരിക്കേണ്ടത്. നിങ്ങളുടെ സിംഹത്തെ കാണാൻ ഞാൻ ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട്. ഇതാണ് മുയൽ സിംഹത്തോട് പറഞ്ഞത്. അപ്പോൾ സിംഹത്തിന് ആകെ ദേഷ്യം വന്നു. ദേഷ്യം വന്ന സിംഹം പറഞ്ഞു, അവനെ എന്നെ വേഗം കാണിച്ചതാ. ആരാണ് കാട്ടിലെ രാജാവെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം അവന്. എന്നെ അവൻ്റെ അടുത്തേക്ക് വേഗം എത്തിക്കുമോ? അപ്പോൾ മുയൽ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാം. അങ്ങനെ സിംഹത്തിനെ മുയൽ മറ്റേ സിംഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. കുറേ നേരം നടന്ന് പോയപ്പോൾ അവിടെ ഒരു കിണർ കണ്ടു. ആ കിണർ ചൂണ്ടിക്കാട്ടി മുയൽ പറഞ്ഞു, മഹാരാജാവേ, മറ്റേ സിംഹം അവിടെയാണ് ഇരിക്കുന്നത്. അങ്ങോട്ട് ചെന്നാലും. ഇത് കേട്ട ഉടനെ സിംഹം എന്തു ചെയ്തു? ഓടിച്ചെന്ന് ആ കിണറിൻ്റെ സൈഡിൽ നിന്ന് താഴോട്ട് നോക്കി. അപ്പോൾ മറ്റേ സിംഹം എന്തു ചെയ്യുന്നു? ആ കിണറിനകത്തിരിക്കുന്നു. സ്വന്തം നിഴലിലാണ് ആ വെള്ളത്തിൽ കാണുന്നതെന്ന് മനസ്സിലാക്കാതെ സിംഹം എന്തു ചെയ്തു? എടുത്തങ്ങ് തുള്ളി. അതോടെ സിംഹത്തിൻ്റെ കഥയും കഴിഞ്ഞു അല്ലേ? നമ്മൾ കുറച്ചൊരു നദിയിലോ പുഴയിലെല്ലാം പോയി നോക്കി നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ?
നമ്മളെ നിഴൽ നമുക്ക് തന്നെ കാണാൻ പറ്റും. സിംഹം വിചാരിച്ചു മറ്റേ സിംഹമാണ് കിണറിലിരിക്കുന്നത് എന്ന്. അവനെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് നമ്മുടെ മഹാരാജാവായ സിംഹം എടുത്തു തുള്ളിയത് അല്ലേ. അതോടെ സിംഹത്തിൻ്റെ കഥയും കഴിഞ്ഞു. മുയലെന്ത് ചെയ്തു? തുള്ളിച്ചാടിക്കൊണ്ട് തൻ്റെ കൂട്ടുകാരോടൊപ്പം ജീവിക്കുവാൻ വേണ്ടി പോവുകയും ചെയ്തു. സന്തോഷത്തോടെ എല്ലാ മൃഗങ്ങളും പിന്നീട് കുറേ കാലം ജീവിച്ചു. കഥ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും? ഈ കഥയിലൊരു ഗുണപാഠമുണ്ട്. എന്താണെന്നല്ലേ പറയട്ടെ ടീച്ചർ? ബുദ്ധിയുണ്ടെങ്കിൽ ഏത് ശക്തിയെയും നമുക്ക് തകർക്കാൻ കഴിയും അല്ലേ. ഇഷ്ടപ്പെട്ടോ കഥ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? എല്ലാവരും പഠിച്ച് ടീച്ചർക്ക് വീഡിയോ അയച്ചു തരുമല്ലോ. ഓക്കെ, ബൈ.